തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിക്കാനായിട്ട് ദീപികയുടെ ന്യൂഡൽഹിയിലെ ബ്യൂറോ ചീഫും മുതിർന്ന മാധ്യമ പ്രവർത്തകനുമായ ജോർജ് കള്ളിവേൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം സർ, കേൾക്കാമോ? നമസ്കാരം. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തീയതികളൊക്കെ ഇങ്ങനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം ദേശരാഷ്ട്രീയത്തെ സ്വാധീനിക്കുമോ? എന്തൊക്കെയാണ് മുന്നണികളുടെ പ്രതീക്ഷകൾ? തീർച്ചയായിട്ടും വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ദേശീയ തലസ്ഥാനമായ ഡൽഹിയിൽ നടക്കുന്നത്. അവിടെ നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ 15 വർഷമായി തുടർച്ചയായിട്ട് ആം ആദ്മി പാർട്ടിയുടെ ഭരണമാണ് നടക്കുന്നത്. 25 വർഷമായി BJP ഭരണത്തിൽ പുറത്താണ്. 15 വർഷമായിട്ട് കോൺഗ്രസും ഭരണത്തിൽ നിന്ന് പുറത്താണ്. 15 വർഷത്തെ കോൺഗ്രസിന്റെ തുടർച്ചയായ ഭരണത്തിന് ശേഷമാണ് ആം ആദ്മി പാർട്ടി അധികാരത്തിലേക്ക് വരുന്നത്. നമുക്കറിയാം, ഇനിയും തുടർച്ചയായിട്ടുള്ള ഇലക്ഷൻ വിജയത്തിലൂടെ ശ്രീ കെജ്രിവാൾ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വിവാദങ്ങൾക്കിടയിലാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. നമുക്കറിയാം, ഫെബ്രുവരി 1 കേന്ദ്ര ബജറ്റ് വരുന്നത്. ബജറ്റ് വന്ന 4 ദിവസത്തിനകമാണ്, ഒരു ബുധനാഴ്ച ദിവസമാണ് ഡൽഹിയിലെ വോട്ടെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് വോട്ടർമാരെ മറ്റ് സ്ഥലങ്ങളിലേക്ക് അവധിയെടുത്ത് പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് പറയുന്ന ഒരു പരിധിവരെ അത് ശരിയുമാണ്. തീർച്ചയായിട്ടും 1.5 കോടിയിലേറെ, 1,55,00,000 വോട്ടർമാരുള്ള ഡൽഹിയിൽ ഈ തെരഞ്ഞെടുപ്പ് വെറുതെ ഏതെങ്കിലും ഒരു ചെറിയൊരു നിയമസഭയിലേക്ക് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പോലല്ല. ദേശീയ രാഷ്ട്രീയത്തിൽ നമുക്കറിയാം, പ്രതിപക്ഷത്ത് ഐക്യമുണ്ടാകുമെന്ന് കരുതിയെങ്കിലും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും BJPക്ക് വരെ ഒന്നിച്ച് മത്സരിച്ചെങ്കിലും തുടർച്ചയായ കഴിഞ്ഞ 3 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും BJP ഡൽഹിയിലെ 7 സീറ്റുകളും വിജയിക്കുകയായിരുന്നു. കഴിഞ്ഞ തവണയാണ് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒരു സഖ്യത്തിന് തയ്യാറായത്. 4-3 സീറ്റുകളിൽ അവർ മത്സരിച്ചു. 4 സീറ്റിൽ ആം ആദ്മി, പക്ഷേ എല്ലാം തോറ്റു. അതേ തുടർന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ വോട്ടുകൾ ഭിന്നിക്കുകയാണ് വീണ്ടും. അപ്പോൾ 25 വർഷമായി ഡൽഹിയുടെ ഭരണത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു BJPയെ സംബന്ധിച്ചോളം എങ്ങനെയും ഭരണം പിടിക്കുവാൻ, അത് കേന്ദ്രത്തിന്റെ ഭരണസ്വാധീനം ഉപയോഗിച്ചും കേജ്രിവാൾ സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം ഉപയോഗിച്ചും കേജ്രിവാളിനും അവരുടെ മന്ത്രിമാർക്കുമെതിരെ ഉയർത്തിയ അഴിമതി ആരോപണങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്നുമൊക്കെയാണ് BJP ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ നിർവഹിക്കുന്നവരും തമ്മിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരും തമ്മിലുള്ള ഒരു തെരഞ്ഞെടുപ്പാണെന്നാണ് കേജ്രിവാൾ പ്രഖ്യാപിച്ചത്. എല്ലാ പാർട്ടികളും സ്വാഗതം ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് തിരിച്ചുവരവിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് പരീക്ഷിക്കുന്നതിനുള്ള ഒരു വലിയ ഘട്ടം കൂടിയാണ്. കോൺഗ്രസ് പാർട്ടിയുടെ ഘടകങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പാർട്ടി തീർത്തങ്ങ് തകർന്നിട്ടില്ല, എന്നാൽ തകർച്ചയിലാണ്. ഇവിടെ പ്രധാന മത്സരം നടക്കുന്നത് ആം ആദ്മി പാർട്ടിയും BJPയും തമ്മിൽ തന്നെയാണ്. BJPയെ സംബന്ധിച്ചോളം അധികാരത്തിലേക്ക് തിരിച്ചു വരാനും വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും അവര് നടത്തും എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകതകൾ. ഫെബ്രുവരി 5 നടക്കുന്ന വോട്ടെടുപ്പിന് ശേഷം നമുക്കറിയാവുന്നല്ലോ, അതുപോലെ ഫെബ്രുവരി 8 വോട്ടെണ്ണൽ നടക്കുക. ഇവിടെ 2 ലക്ഷത്തിലേറെ കന്നി വോട്ടർമാർ ഉള്ള ഒരു തെരഞ്ഞെടുപ്പാണിത്. അത് വളരെ പ്രധാനപ്പെട്ടതാണിത്. 25.89 ലക്ഷം യുവ വോട്ടർമാരുണ്ട്. അതുപോലെ തന്നെ 100 തികഞ്ഞ 830 വോട്ടർമാര്, 85 വയസ്സിന് മുകളിലുള്ള 1,09,000 വോട്ടർമാര് ഒക്കെ ഉള്ള ഒരു അപൂർവ, കാരണം ഒരു നഗരപ്രദേശത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. നമുക്കറിയാം, ഇന്ത്യയുടെ ഒരു പരിച്ഛേദം എന്ന് നമുക്ക് പറയാവുന്ന രീതിയിലുള്ള ഒരു ദേശീയ തലസ്ഥാനമാണ് ഇവിടെ. പോലീസ് ഒഴികെയുള്ള ഭരണമാണ് പോലീസ് കേന്ദ്രത്തിന്റെ അധികാരത്തിലാണ്. പോലീസ് ഒഴികെയുള്ളവരാണ് സംസ്ഥാന നിയമസഭയിലെ സംസ്ഥാന സർക്കാരിനെ വിടുന്നത്. അവിടെ സംസ്ഥാന സർക്കാരിനെ പൂട്ടുന്നതിന് വേണ്ടി ലഫ്റ്റനന്റ് ഗവർണറെ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ ഇടപെടലുകൾ നടത്തുന്നു എന്നുള്ള ആരോപണങ്ങൾ ഇവിടെ നിൽക്കുന്നു. ഇതിനിടയിലാണ് ആം ആദ്മി പാർട്ടി അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ തുടർച്ചയായിട്ട് അധികാരത്തിലേക്ക് വരുന്നത്. നമുക്കറിയാം, ഇപ്പം വനിതയായിട്ടുള്ള ആദിഷിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയാണ് ഭരിക്കുന്നത്. ഈ അതിഷിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയ്ക്ക് ഒരിക്കൽ കൂടെ തിരിച്ചു വരാൻ കഴിഞ്ഞാൽ അത് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചോളം വലിയൊരു ആത്മവിശ്വാസമാണ്. പ്രതിപക്ഷത്തിനും അതൊരു ആത്മവിശ്വാസമാണ്. അതേസമയം ഡൽഹിയിൽ കൂടി തങ്ങളുടെ അധികാരം തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞാൽ, BJPക്ക് തിരികെ എത്താൻ കഴിഞ്ഞാൽ, അത് നരേന്ദ്രമോദിക്കും BJPക്കും
കേന്ദ്രത്തിലും വരാനിരിക്കുന്ന സംസ്ഥാന നിയമസഭ, ബീഹാർ അടക്കമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കുകയാണ്. നമുക്കറിയാം, ആ നിലയിൽ ഉള്ള ഒരു തെരഞ്ഞെടുപ്പ് വലിയ രാഷ്ട്രീയപരമായി മാറുമെന്ന് ത്രികോണ മത്സരമാകും ഡൽഹി നടക്കുന്നത് എന്നതാണ് BJPക്ക് ഒരു പ്രതീക്ഷ നൽകുന്ന ഘടകം. സർ, മറ്റൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. നമ്മൾ കണ്ടിരുന്നു വലിയൊരു അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ആയിരുന്ന കേജ്രിവാൾ ജയിലിൽ കിടക്കുന്ന സംഭവം ഉണ്ടായി, മനീഷ് സിസോദിയ ജയിലിൽ കിടക്കുന്ന സംഭവം ഉണ്ടായി. എന്നിട്ട് പോലും നിരവധി പ്രഖ്യാപനങ്ങളാണ് അവർ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അഴിമതി ആരോപണവും ഭരണവിരുദ്ധ വികാരമായിട്ട് തിരിച്ചടിക്കില്ലേ? BJPക്ക് അത് വലിയൊരു പ്രതീക്ഷയല്ലേ നൽകുന്നത്? BJP വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് തെരഞ്ഞെടുപ്പ് നിൽക്കുന്നത്. അതിനാണ് കേജ്രിവാളിനെതിരെയും മനീഷ് സിസോദിയക്കെതിരെയും മറ്റു മന്ത്രിമാർക്കെതിരെയുമുള്ള അഴിമതി ആരോപണങ്ങൾ തുടർച്ചയായിട്ട് വരുന്നു. EDR, CBI കേസെടുക്കുന്നു. പക്ഷെ ഈ കേസുകളിലൊന്നും ഒരു രക്ഷിക്കാൻ പറ്റായ ഒരു തെളിവുകൾ ഹാജരാക്കാനോ, ഡൽഹി മദ്യനയ അഴിമതി കേസ് നമുക്കറിയാം വലിയ വിവാദം ഉണ്ടാക്കിയതാണ്. ആ കേസിൽ പോലും കേജ്രിവാളിനെ കൃത്യമായി കുറ്റപ്പാളിയാക്കുവാൻ തെളിവ് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത് കോടതിയാണ്. കോടതി അതുകൊണ്ടാണ് ജാമ്യം അനുവദിച്ചത്. നമുക്കറിയാം, ഇത്ര കാലം ജയിലിലിട്ടതിനെതിരെയുള്ള ഒരു പ്രതിഷേധവും കൂടിയുണ്ട്. അതുപോലെ ഡൽഹിയിൽ നമുക്കറിയാം ഹിന്ദുത്വ വികാരമിളക്കിയാണ് BJP മറ്റു പലയിടത്തും വിജയിക്കുന്നതെങ്കിൽ ഡൽഹിയിൽ BJPയേക്കാൾ വലിയ ഹിന്ദുത്വ സിഖ് വികാരമിളക്കിയാണ് ആം ആദ്മി പാർട്ടി മുന്നോട്ട് പോകുന്നത്. എന്നാൽ കോൺഗ്രസിന്റെ പ്രതീക്ഷ അവിടെ നമുക്കറിയാവുന്നതുപോലെ ന്യൂനപക്ഷ വോട്ടുകളിലും പിന്നോക്കം. പക്ഷേ ന്യൂനപക്ഷ വോട്ടുകൾ കൊണ്ട് മാത്രം ഡൽഹി വിജയിക്കാൻ കഴിയില്ല. വലിയ തോതിൽ ഭൂരിപക്ഷ വോട്ടുകളും ഏറ്റവും പിന്നോക്ക വിഭാഗങ്ങളുടെ വോട്ടുകളും സമാഹരിക്കുകയാണ് ആം ആദ്മി പാർട്ടിയും BJPയും ലക്ഷ്യമിടുന്നത്. സ്വാഭാവികമായിട്ടും വളരെ കടുത്ത പോരാട്ടം, ഒരുപക്ഷെ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകൾ കണ്ടതിനേക്കാൾ കടുത്ത പോരാട്ടമാകും ഇത്തവണ ഡൽഹി ദർശിക്കുന്നത് എന്ന് പറയാതെ വയ്യ. നമുക്കറിയാവുന്ന കഴിഞ്ഞ തവണ 70-ൽ 62 സീറ്റിലും ആം ആദ്മി പാർട്ടിയാണ് ജയിച്ചത്. BJPക്ക് 7 സീറ്റാണ്. അതിനു മുമ്പ് 3 സീറ്റിലേക്ക് ഒതുങ്ങി. ഓട്ടോറിക്ഷ പാർട്ടി എന്നിവരെ അധിക്ഷേപിക്കപ്പെട്ടു. പക്ഷെ വലിയൊരു തിരിച്ചുവരവ്, 7 പാർലമെന്റ് സീറ്റ് ജയിച്ച ഒരു പാർട്ടിക്ക് സംസ്ഥാനത്ത് 10 സീറ്റുകൾ ജയിക്കാൻ പോലും കഴിയാത്ത ഒരു ഗതികേടും ഡൽഹിയിലുണ്ട്. അവിടെ നിന്ന് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലൊരു തിരിച്ചുവരവിന് എത്രമാത്രം കഴിയും എന്നത് അത്ര ഇപ്പോൾ വെളിപ്പെടുത്താൻ കഴിയില്ല. പക്ഷേ BJP വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. കോൺഗ്രസിന്റെ പ്രതീക്ഷകൾ എത്രത്തോളം ഉണ്ട് സാർ? ഞാൻ പറഞ്ഞില്ല, കോൺഗ്രസ് തകർന്നടിഞ്ഞു. അവിടെ നിന്ന് തിരിച്ചുവരവിനുള്ള ഒരു സാധ്യതയാണ്. ഇപ്പൊ ഷീലാ ദീക്ഷിതിന്റെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് ഇവിടെ 3 തവണ തുടർച്ചയായിട്ട് അധികാരത്തിൽ വന്നത്. ആ ഷീലാ ദീക്ഷിതിന്റെ ഭരണത്തിന്റെ കാലത്താണ് കോമൺവെൽത്ത് ഗെയിംസിലെ അഴിമതി അടക്കമുള്ള ആരോപണങ്ങളും ഒക്കെ വലിയ തോതിൽ അഴിമതി ആരോപണങ്ങൾ വന്നപ്പോൾ അത് ആരോപണങ്ങളൊക്കെ പിന്നീട് തെളിയിക്കപ്പെട്ടില്ല എന്നുള്ളതല്ലേക്കാൾ കൂടുതൽ കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് തിരിച്ചു വരികയും ആം ആദ്മി പാർട്ടിയുടെ ആവിർഭാവം ഉണ്ടാവുകയും ആം ആദ്മി പാർട്ടിയിലേക്ക് കോൺഗ്രസ് വോട്ടുകൾ ഒഴുകുന്നത് നമ്മൾ കണ്ടു. പക്ഷേ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ആം ആദ്മി പാർട്ടിയിൽ ഉണ്ടായിരുന്ന കുറേയേറെ വോട്ടുകളെങ്കിലും കോൺഗ്രസിലേക്ക് തിരിച്ചു വന്നു. അത് എല്ലാ മണ്ഡലങ്ങളിലുമല്ല, ഏതാനും മണ്ഡലങ്ങളിൽ നല്ല വ്യക്തമായി അത് കാണാൻ കഴിയും. കോൺഗ്രസിനെ സംബന്ധിച്ചോളം കോൺഗ്രസ് ആം ആദ്മി പാർട്ടിയുമായി ചേർന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടത്തിയ പരീക്ഷണം പരാജയപ്പെട്ടു. ആം ആദ്മിക്കും കോൺഗ്രസിനും അത് ഗുണം ചെയ്തില്ല. അതുകൊണ്ട് മത്സരിക്കാതെ മാർഗമില്ല. എന്നാലും കോൺഗ്രസ് വിജയപ്രതീക്ഷയിൽ ഉണ്ട് എന്ന് അവർ അവകാശപ്പെടുമായിരിക്കും. പക്ഷേ ഇവിടെ പ്രധാന മത്സരം ആം ആദ്മി പാർട്ടിയും BJPയും തമ്മിൽ തന്നെയാകും എന്ന കാര്യത്തിൽ സംശയിക്കേണ്ട.